ആശാനെ, ഞാൻ വീട്ടിൽ പോയിരുന്നു. ആശാനെ കാണാനാ പോയത്. മദിരാശിയിലെ തിരക്കൊക്കെ കഴിഞ്ഞ അത്യാവശ്യം ഉള്ളതുകൊണ്ടാ പോയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുമാണല്ലോ. ആ സമയത്ത് തന്നെ നാടകം കളിച്ചില്ലെങ്കിൽ തല പോകും. അത് നീ തീരുമാനിച്ചാ പാടില്ല. നടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. നടത്താമെന്ന് അതിനു മുമ്പ് ഞാൻ ഏറ്റുപോയതാണല്ലോ. വേണ്ടാന്ന് വെക്കാൻ ആര് വിചാരിച്ചാലും കഴിയും. നീ ഒരു ഇത്തിരി ചില്ലറ തന്നിട്ടുണ്ട്, നേരാ. എന്ന് കരുതി നാടകം നടത്താനുള്ള അവകാശം നിനക്കാൻ തീർന്നിട്ടില്ല. ഉണ്ടാ എന്നല്ല, പരസ്പരം ഒരു ധാരണ വേണമല്ലോ. ആ ധാരണ ഇങ്ങാട്ടും വേണമെന്നാ ഞാൻ പറഞ്ഞേ. നമ്മ തമ്മിലുള്ള ഇരിപ്പോശം വെച്ച് നീ ഇതെന്നാട് ചെയ്യാവാടാ? അത് ശരി, ഇപ്പൊ വാദി പ്രതിയായ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ നാടകത്തിന്റെ ബുക്കിംഗ് ഏറ്റിട്ടുണ്ട്. ഒല്ലൂരാണ്. തലേന്ന് ഉച്ചയ്ക്ക് വാനയക്കാം. സാധനങ്ങൾ ആവശ്യമുള്ളവർക്ക് ആ വഴിക്ക് വന്നാ ഞാനും കയറാം. എനിക്ക് പിന്നെ ഒരു റിഹേഴ്സലിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തറവാ. മറ്റുള്ളവരുടെ കാര്യം ആശാ നോക്കിക്കൊള്ളണം. ചിലപ്പോ മിനിസ്റ്റർ ആയിരിക്കും ഉദ്ഘാടനം. ഞാൻ വരട്ടെ. വാ. കയറടിക്കാറായ? കുറച്ചുകൂടെ തുളയിടാനുണ്ട്. എഞ്ചിൻ സ്റ്റാൻഡ് വെക്കുമ്പോ കുറച്ച് ചെരിച്ചു വെച്ചാൽ മതി കേട്ടാ. എന്നെ എവിടെയൊക്കെ തിരക്കി? നീ ഇവിടെ വഞ്ചിപ്പണി നോക്കി നിൽക്കുകയാണല്ലേ? എന്താണപ്പാ? ഒരു കാര്യണ്ട്, വലിയ കാര്യ. ഇങ്ങോട്ട് വന്നേ പറയാം. അതെ, ആശാൻ പുതിയ നാടകേറ്റ്. പുതിയ നാടകത്തിന്റെ ബുക്കിംഗ് എടുത്തെന്ന്. എവിടെ? തൃശ്ശൂരടുത്ത് ഒല്ലൂരാണ്. എന്ന്? തിങ്കളാഴ്ച. ഈ വരുന്ന തിങ്കളാഴ്ചയാ? ഒരു വാനിലാണ് പോകണത്. മന്ത്രി വന്നാണ് ഉദ്ഘാടനം. പിന്നെ കഴിഞ്ഞ കളിക്ക് നീ അങ്ങോട്ട് ഒപ്പിച്ച് മാറിയെന്നുള്ളു. പോരാ, പെരുന്നാക്കൂട്ടം പോലല്ല. ഡയലോഗ് ഒന്നും കൂടെ പഠിക്കും. പ്രാക്ടീസ് കുറച്ച് കൂടുതലാവുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ല. പിന്നെ ഒരു കാര്യം, അനുഭവം ഉള്ളവർക്കല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയാം. പോട്ടെ. എന്താണപ്പാ കാര്യം? പുതിയ നാടകം ബുക്കിംഗ്. ഇവനിപ്പൊ കടലിലും വെള്ളത്തിലും നല്ലല്ല കണ്ണ്. ഇവൻ വലിയ കലാകാരനായി പോയില്ലേ? നിന്റെ കളിയാന്നായിരുന്നു കേട്ടാ. വിടണ്ട, നിന്റെ ശീലത്തിനണങ്ങളുണ്ട്. ഒല്ലൂരിലെ നാടകം ഏറ്റത് അപ്പനോട് ചോദിച്ചിട്ടാണാ? അല്ല, ഏറ്റതല്ലേ മോളെ. ആരേറ്റുന്നുള്ളതല്ല, അത് മുടക്കാപ്പാടുണ്ട. അവനില്ലാണ്ട് നാടകം കളിച്ചറിഞ്ഞപ്പോ കയറിക്കൊണ്ട വാശിയാ. അതാ ഒപ്പത്തിനൊപ്പം ഉടനെ നാടകമേറ്റത്. അവന് തന്നെ മുന്നിൽ നിന്ന് കളിക്കണമല്ല. കളിക്കട്ടെ. ആശാനെ, കളിയേറ്റവരം കാണണമെന്ന് പറഞ്ഞു കേട്ടാ. രണ്ടു മൂന്ന് റിഹേഴ്സലോട് നോക്കണം. പെരുന്നാക്കൂട്ടമല്ല, എനിക്കൊന്നുകൂടെ ശരിയാകാനുണ്ട്. 2 ദിവസം കടലിൽ പോണ്ടാന്ന് വെച്ചാലാ? ഇന്നിനി പറ്റുവാ? ഇന്ന് വേണ്ട, നോക്കാം. നീ ഇപ്പൊ പോ. എന്നാ ഞാൻ പോട്ടാ. ഒല്ലൂരിലെ നാടകത്തില് ആരാപ്പാ ഹീറോ? ചാർലിയോ ആൻഡോയോ? ചാർലി ആ നാടകമേറ്റ സ്ഥിതിക്ക് അവൻ വേണ്ട, ആൻഡോ മതിന്ന് പറയാൻ പറ്റുവാ. അവന് കളിക്കാൻ വേണ്ടിയാണല്ലോ പണം ഇറക്കിയിരിക്കണം. എങ്കി പിന്നെ അപ്പനങ്ങ് തുറന്നു പറഞ്ഞൂടെ ഇനി ആൻഡോയെ വേണ്ടാന്ന്? അവന്റെ ഉത്സാഹം കാണുമ്പോ എങ്ങനാ മോളെ മുഖത്ത് നോക്കി പറയണത്? പറയാൻ വൈകിക്കണതാ അതിലും വലിയ ചതി. ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞപ്പോ അയാളെ കിടന്ന് ചിരിക്കണ. എന്താണ് കടപ്പുറത്ത് കിടന്ന് കുനി കുത്തണത്? വിശേഷമുണ്ട്, നീ അറിഞ്ഞ? പറയാണ്ടെങ്ങനെ അറിയാനാണ്? ഞങ്ങ പുതിയ നാടകറ്റ്. എവിടെയാണ്? ഒല്ലൂര്. തൃശ്ശൂരടുത്തം കണ്ടാണ്. മന്ത്രി പറഞ്ഞിട്ടെന്ന്. എന്റെ അമ്മൂ, മന്ത്രിന്റെ കൂടെ ആ വഴിക്കൊന്ന് പോകുക. ചെലപ്പോ പോയെന്നും വരും. അതൊക്കെ ഒരു യോഗമാണ്.
മന്ത്രിയുടെ മുന്നിൽ നാടകം കളിക്കണതും പട്ടും വളയം വാങ്ങണതും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പാവത്തുങ്ങളെ മറക്കല്ലേ കേട്ടാ. ദേ 4 ആളിന്റെ വെട്ടത്തിൽ പോകാനുള്ളതാണ്. 2 പുതിയ ഷർട്ട് തയ്ക്കാൻ കൊടുക്ക്. വാ. തിങ്കളാഴ്ച നാടകം എന്ന് പറയുമ്പോ ഞായറാഴ്ചയെങ്കിലും പോകണമല്ല. രാത്രിയല്ലേ കളി? കഴിയുമ്പോ വൈകുമല്ല. നമ്മ രാത്രി തന്നെ മടങ്ങുക. ചിലപ്പ മടങ്ങണില്ലെങ്കിൽ അവിടെ തന്നെ താമസിക്കുമായിരിക്കും. ഹോട്ടലിലാണ്. അതൊക്കെ അവിടുത്തെ ഒരു ഏനം പോലെ. എല്ലാം കൂടെ ഒരു 2-3 ദിവസം മതിയാവുമല്ല. 2-3 പുതിയ ഷർട്ട് തയ്പ്പിക്കണം. കൊല്ലൂരിലെ നാടകത്തിന് നീ ഉണ്ടാവില്ല. ഒന്നുകിൽ ആ നാടകം വേണ്ടാന്ന് വെക്കണം, അല്ലെങ്കിൽ അവനെ വെച്ച് കളിക്കണം. അവനാണല്ല കായ് മുടക്കണത്. ആരെ? ആ ചാർലി. നേരാണ് ആശാനി പറയണത്. എന്താ പോണ്ടേ? പോവാം. മണി ഇപ്പൊ 7 കഴിഞ്ഞു കാണുമല്ല. ഈ ചാർലി ഇത് എവിടെ പോയി കിടക്കുകയാണ്? കളി കഴിഞ്ഞിട്ട് ആളുകൾക്ക് വീട്ടിൽ പോകണ്ടാണെന്ന് വല്ല വിചാരം ഉണ്ടാ? ഇരിക്കെ. നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് ആശാനോട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പുരാണ നാടകങ്ങളോട് ഓഡിയൻസിന് അത്ര കോള് പോരാ. ഇന്നലെ തന്നെ കണ്ടില്ലേ, നമ്മൾ വിചാരിച്ച സുഖം കിട്ടിയോ? അത് നീ കളിച്ചതിന്റെ തകരാറാണ്. അല്ല, അതെന്തുവാട്ടെ, ഒന്ന് ചുവട് മാറ്റി ചവിട്ടിയേ പറ്റൂ ആശാനെ. കാശ് മുടക്കുന്നത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണല്ലോ. ഇത്തവണ ഒരു പുതിയ സോഷ്യൽ നാടകം നോക്കാന്ന് വിചാരിച്ചിരിക്കുക. ആ, പരിചയപ്പെടുത്താൻ മറന്നു. ഇത് മനപ്പള്ളി ദാസ്. മിസ്റ്റർ ദാസിന്റെ കയ്യില് അസലൊരു നാടകമുണ്ട്. കളിച്ചാൽ ഏൽക്കും. അതങ്ങ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ അതിന്റെ സംവിധാനം. എന്റെ നാടകങ്ങള് ഞാൻ തന്നെയാണ് സംവിധാനം ചെയ്യാറുള്ളത്. ഓ, അല്ല, അതെനിക്ക് നിർബന്ധമാണ്. മെയിൻ റോൾ ഞാൻ തന്നെയാ. ലിസ ഫീമെയിൽ ലീഡ്. സംഘമുണ്ട്. നമ്മുടെ ട്രൂപ്പിൽ എല്ലാരും ഉണ്ട്. പോരാത്തതിന് പുറത്തുനിന്ന് 1-2 പേരെ വിളിക്കേണ്ടി വരും. ആശാനും പറ്റി എന്തെങ്കിലും വേഷം കാണുമായിരിക്കും, അല്ലേ ദാസ്? ആലോചിക്കാം.
അല്ല ആശ ഒന്നും പറഞ്ഞില്ല. ഇസേ നിൽക്ക്. ഒരു കാര്യം പറയുമ്പോ ഇങ്ങനെ വഴക്കിട്ട് പോയാൽ എങ്ങനെ? ഓടാ, ഞാൻ നിന്റെ ട്രൂപ്പ് വിട്ട്. ട്രൂപ്പ് വിട്ട് പോകാന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള. അപ്പൊ പെട്ടി സാധനങ്ങളും ആ പെട്ടി സാധനങ്ങളൊക്കെ എടുത്താ നമ്മ ബസ്സിൽ പോയാണ്. വാ 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 പോവാം. ഏ, ആശാൻ എന്താ സാൻ വാ വാന്നേ. വാ. വന്ന നാടകം നന്നായ? നന്നായില്ല. ചെയ്യാൻ വേണ്ടി ചെയ്യായിരുന്നു എല്ലാരും, ചാർലി ഒഴികെ. അയാളാണെങ്കി ഓർമ്മയില്ലാണ്ട് ഡയലോഗ് മുഴുവൻ തെറ്റിക്കുകയും ചെയ്തു. മനസ്സ് മുഴുവൻ ഇവിടെ ആയിരുന്നു. കരയ്ക്ക് പിടിച്ചിട്ട മീൻ പോലെ ആൻഡോ കിടന്ന് പിടയ്ക്കണത് കണ്ടിട്ടല്ലേ പോയത്. രാത്രി തന്നെ പോരണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഓടി എത്തുമായിരുന്നു. ഒന്ന് കാണാൻ. അപ്പനെ ട്രൂപ്പ് വിട്ടു, ഞാനും. നേരാണ്. ചാർലിയുടെ മുഖത്ത് നോക്കി അപ്പം പറഞ്ഞു ഇനിയില്ലാന്ന്. ഷോ, നാടകമില്ലാണ്ട് ആശാനപ്പം എന്ത് ചെയ്യും? നാടകം ഇല്ലാന്ന് വന്നപ്പം ആൻഡോയ്ക്ക് എങ്ങനെയായിരുന്നു? ഞാൻ ഇന്നലെ കടലിൽ പോയി. പിന്നെ കുറെ നേരം നമ്മുടെ തട്ടയിൽ പോയിരുന്നു. ആ സമയത്ത് നിങ്ങളവിടെ നാടകം കളിക്കാണല്ലോ എന്ന് ഓർത്തപ്പം പിന്നെ സമാധാനിച്ചു. നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലല്ല ഇതൊന്നും. അങ്ങനെ പറയരുത്. അപ്പൻ എന്താ പറഞ്ഞെന്നറിയോ? ആൻഡോ ജനിച്ചത് ഇതിനു വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ പറഞ്ഞ നേര്. എനിക്കും തോന്നി എനിക്കും കൂടെ വേണ്ടിയിട്ടാണെന്ന്. എവിടേക്കാ പോണേന്ന് പറയണ്ടാ പോന്നേ. അപ്പൻ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പോണം. ആൻഡോ വീട്ടിലുണ്ടായിരുന്ന? അവനോടെല്ലാം പറഞ്ഞ? പൊക്കോ. ഇനിയിപ്പൊ നാടകം ഒന്നേന്ന് തുടങ്ങണം.
ആൻഡോയെപ്പോലൊരുത്തനെ കിട്ടിയതിന്റെ ഭാഗ്യം. ആശാന്റെ ഭാഗ്യോ അതോ ലിസയുടെ ഭാഗ്യോ? ഡാഡാ, ഞാൻ നാടകത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പൊ എല്ലാവരുടെയും ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ ഏ? ആ ഏയ് എന്തൊക്കെയാണ് അമ്മു? ഉം. നമ്മുടെ പൊന്നൂനൊരു ആലോചന വന്നിട്ടുണ്ട്. ആഹാ, എവിടെ നിന്നാണ്? കണ്ണമാലിന്നാണ്. ചെമ്മീൻ കമ്പനിയിലാണ് പണി. ചെറുക്കൻ കൊള്ളാൻ കേട്ടാ. പിന്നെന്തിനാണോ വെച്ച് താമസിപ്പിക്കണത്? അങ്ങോട്ട് ഉറപ്പീര്. ഉറപ്പിക്കാം. പക്ഷെ ഒരു വിശേഷമുണ്ട്. അനിയനെയാണ് പൊന്നൂന് പറയണത്. ചേട്ടൻ ഒരാൾ കൂടി ഉണ്ട് കല്യാണം കഴിക്കാറ്. 1 വയസ്സിന്റെ മൂപ്പേ ഉള്ളൂ. സൗദിയിലാണ് പണി. രണ്ടാളുടെയും കൂടി ഒരുമിച്ച് നടത്തണമെന്നാ അവർക്ക്. അപ്പൊ ഇക്കൊരു ബുദ്ധി തോന്നി. നമ്മുടെ അമ്മൂന് വേണ്ടി ഒന്ന് ആലോചിച്ചാലാന്ന്. നല്ല കുടുംബക്കാരാണ്. 2 കല്യാണവും കൂടി ഒരു പള്ളിയിൽ വെച്ച് നടത്തുന്ന ശേല് നീയൊന്ന് ആലോചിച്ചു നോക്കിയേ. നല്ല ചേലായിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താടാ? അമ്മുവേ, ഇവൾ ഒരുത്തരം കാത്തുകൊണ്ടുള്ള ഒരു ഇരിപ്പാണേ. ആളങ്ങക്കരയാണ്. പക്ഷെ എല്ലാം പറഞ്ഞു വെച്ചേക്കണ്. വന്നാലുടൻ നടത്തണമെന്ന്. ആഹാ, ഇങ്ങനെയൊരു രഹസ്യം വെച്ചോണ്ടാണല്ലേ? എടി അമ്മുവേ, നീ ആളൊരു മുണ്ടാപ്പൂച്ചയാണല്ല. ചോദിക്കണവരോട് മുഴുവൻ പറയണതാണ്. പറഞ്ഞു വെച്ചേക്കാണ് വരുമെന്ന്. കൊല്ലം 3 നമ്മ ഈ കരയിലോട്ട് വന്നിട്ട്. വരും, വരാണ്ടിരിക്കില്ല. ആ. എടി എടി പൊന്നുവേ, അവിടെ വന്നേ. പെണ്ണിന്റെ ഒരു പവറേ. നീ ചെറുക്കനെ കണ്ട? സുന്ദരനാണ്. അപ്പം നീ കരവിട്ട് പോകാണല്ലേ? പോയാലും നീ വരുമല്ല. അല്ലെങ്കിൽ ഞാനും നിന്റെ ആങ്ങളെയും കൂടി കണ്ണമാരി പെരുന്നാളിന് വന്നോടൊരു കലക്ക് കിളക്കും. ഇപ്പൊ എങ്ങട്ടാണ്? ചാച്ചനടുത്തേക്ക്. ആ ചെല്ല് ചെല്ല്. അതെ, നമ്മുടെ റിഹേഴ്സൽ ക്യാമ്പ് പൊളിക്കാൻ ചാർലി ആളെ വിട്ടേക്കണ്. നേരെ അപ്പൊ ആശാന ആശാൻ അവന്മാരെ അടുത്ത് കുറെ കയർത്ത്. അവന്മാർ അതെല്ലാം പിടിച്ചു വലിച്ച് പൊളിക്കണ്. തീരെ പിടിച്ച് കയറ്റാൻ 10 മണി പഞ്ചൊന്നും വേണ്ട. എന്തായി പറയണ?
നോക്കിക്കല്ലേ ആരോട് പറഞ്ഞിട്ടാണ് ഇതൊക്കെ എടുക്കണേ? തട്ട് പൊളിക്കാൻ ആര് പറഞ്ഞെന്നാ? വെക്കടാ അവിടെ. റബ്ബേ കാണിക്കണം. നിർത്താൻ എന്താ എന്താ ഇത്? എന്താ എന്താ ഇത്?